കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ദൂർത്ത് തുടർന്ന പിണറായി സർക്കാർ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന മുഖാമുഖം പരിപാടിക്കായി ചെലവഴിച്ചത് ലക്ഷങ്ങൾ. നവകേരള സദസ്സിനു പിന്നാലെ നടത്തിയ മുഖാമുഖവും ദൂർത്തും മാത്രമെന്നാണ് ഉയരുന്ന വിമർശനം. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരിപാടിയായിരുന്നു കഴിഞ്ഞ ദിവസം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടന്നത്. പരിപാടിക്കായി ഒരുക്കിയ പടുകൂറ്റൻ പന്തലിനു മാത്രം 18 ലക്ഷം രൂപ ചെലവഴിച്ചെന്നാണ് കണക്കുകൾ. എന്നാൽ ഇതേ വേദിയിൽ നടത്തിയ കേരള പ്രവാസി സംഘം വാർഷികത്തിന് ചെലവിട്ടത് ഇതിന്റെ 1/6 തുകയാണെന്നും വ്യക്തമായി കഴിഞ്ഞു. സർക്കാർ പരിപാടിയും സ്വകാര്യ പരിപാടിയും നടന്നത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മാത്രമായിരുന്നു. ആഴ്ചകൾക്കു മുന്നേ സർക്കാരും സംഘടനയും പരിപാടിക്കായി തീയതിയും സ്ഥലവും നിശ്ചയിച്ചിരുന്നു. സർക്കാർ പരിപാടിയുടെ മുൻഗണന ചൂണ്ടിക്കാട്ടി ആദ്യം അനുമതി നിഷേധിച്ചിരുന്നുവെങ്കിലും പിന്നീട് അനുമതി വാങ്ങിയാണ് പരിപാടി നടത്തിയിരുന്നത്. മുഖാമുഖം പരിപാടിക്ക് പന്തൽ ക്രമീകരണങ്ങൾ, ശബ്ദ ക്രമീകരണം, അനുബന്ധ സജ്ജീകരണം എന്നിവയ്ക്ക് 17,03,490 രൂപയ്ക്കാണ് ഭരണാനുമതി നൽകിയത്. എന്നാൽ കരാറുകാരനുമായി വിലപേശി സ്വകാര്യ സംഘടന കുറഞ്ഞ വിലയ്ക്ക് പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ സംവിധാനങ്ങളുടെ ദൂർത്തിനെതിരെ വിമർശനം ശക്തമാകുന്നത്. പരിപാടിക്കായി സ്പോൺസർഷിപ്പ് തേടിയതും നേരത്തെ വിവാദമായിരുന്നു. പൊതുഭരണ അഡീഷണൽ സെക്രട്ടറിയായിരുന്നു ഉത്തരവ് പുറത്തിറക്കിയിരുന്നത്. 18 മുതൽ അടുത്ത മാസം 3 വരെ സംസ്ഥാനത്തെ 10 കേന്ദ്രങ്ങളിലാണ് മുഖാമുഖം നടക്കുന്നത്. നവകേരള സദസ്സിന് ചെലവഴിച്ച തുക സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കോടികൾ ചെലവഴിച്ചെന്നും സർക്കാർ കണക്കുകൾ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷം നിയമസഭയിലടക്കം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ മൌനം തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുഖാമുഖം പരിപാടിയും ആർഭാടമാണെന്ന വിമർശനവും ശ്രദ്ധേയമാകുന്നത്. ജനം, കോഴിക്കോട്.